മാംഗല്യം സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ അർച്ചനയെ തള്ളി പറഞ്ഞ് അർച്ചനയെ കൈ പോലും തടഞ്ഞു നിർത്താനുള്ള തൻ്റെ ഇടം കാണിച്ച് മാറിയിരിക്കുകയാണ് നമ്മുടെ സ്നേഹ. അഹങ്കാരത്തിന് ഒരു ഇച്ചിരി അതിര് കടന്നു പോകുന്നുണ്ട് സ്നേഹയുടെ പ്രവർത്തനത്തിൽ. പ്രണയമൊക്കെ ശരിയാണ്, പക്ഷെ പ്രേമിക്കുന്നവൻ കാൽ കാശിന് യോഗ്യത ഉള്ളവനാണെന്ന് പോലും നോക്കാത്തൊരു പ്രണയമായിപ്പോയി നമ്മുടെ സ്നേഹയുടെ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അർച്ചന ഒട്ടുമേ വിട്ടുകൊടുക്കാതെ നീ എത്ര കുഴി ചാടാൻ നോക്കിയാലും നിന്നെ ആ കുഴി വീഴ്ത്താൻ വേണ്ടി അവനെ കൊണ്ട് കുഴി കുഴിക്കാൻ ഞാൻ വിടത്തില്ല, നീ ആ കുഴി ചെന്ന് ചാടാൻ നീ എത്ര ശ്രമിച്ചാലും ഞാൻ വീഴ്ത്തത്തില്ല എന്നുള്ള രീതിക്കകത്ത് അവളെ പിടിച്ചു നിർത്താനുള്ള പല ശ്രമവും അർച്ചന നടത്തുന്നുണ്ട്. അർച്ചന പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, വേലി ചാടിയ പശു കോല് കൊണ്ട് ചാവും എന്നുള്ള കാര്യം. നിന്റെ ഇപ്പോഴത്തെ ഒരു പോക്കിനെ സ്നേഹേ, നീ ഇത് എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞ സ്നേഹേ, അതായത് കല്യാണം ഉറപ്പിച്ച ഉടൻ തന്നെ അവനെ കേട്ടി കിടപ്പറയിലിരുത്തി ഇങ്ങനെ നാട്ടുകാരോട് കാണിക്കാനുള്ള ഈ പ്രകടനം നടത്തുന്ന രീതിയുണ്ടല്ലോ, അതൊന്നും നിനക്ക് ഒട്ടും ചേരുന്നില്ല സ്നേഹേ, നീ അതൊക്കെ ചീപ്പാന്ന് മനസ്സിലാക്കണം എന്നും കൂടെ എന്താണ് അർച്ചനായിട്ട് സ്നേഹയ്ക്ക് പറയുന്നതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും കൊണ്ട് അർച്ചുവിനെ തള്ളി പറയുവാണ് ഈ എപ്പിസോഡിനകത്ത്. അപ്പോൾ ഇന്ന് നമുക്ക് സീരിയൽ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സേതുമാധവൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഓരോ തിരക്കിനകത്തൊക്കെ ആയിപ്പോയത് കൊണ്ടും ആതിരയുടെ കാര്യത്തിൻ്റെ തിരക്കിനകത്ത് നിങ്ങൾ ആരും വീട്ടില്ലാഞ്ഞ കൊണ്ടാണ് ഞാൻ നന്ദനും കൂടെ ഇതങ്ങ് തീരുമാനിച്ചതാ. ഇപ്പം അവളോടും ചോദിച്ചപ്പോൾ അവൾക്കും കല്യാണത്തിന് സമ്മതം. ധനുഷിനെ വിവാഹം കഴിക്കുന്നതിനകത്ത് അവൾക്ക് ഒരു എതിർപ്പുമില്ല. അവൻ ധനുഷിനോട് ചോദിച്ചപ്പോൾ അവനൊരു എതിർപ്പില്ല. ഇത് കേൾക്കാൻ വേണ്ടി അനഘ നിപ്പുണ്ട്, നമ്മുടെ സച്ചി നിപ്പുണ്ട്, അതുപോലെ അർച്ചനയും മീരേട്ടത്തിയും എല്ലാം നിപ്പുണ്ട്. പക്ഷെ സന്ദീപില്ല. സന്ദീപ് എന്താണ് ആതിരെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് അവിടെ വൃന്ദാവനത്തിൽ തന്നെ സന്ദീപ് നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് സേതുമാധവൻ ഇത് പറഞ്ഞിട്ട് സേതുമാധവൻ അങ്ങ് എണീറ്റ് പോകുമ്പോൾ സേതുമാധവൻ കല്യാണം ഉറപ്പിച്ചെന്ന് പറയുമ്പോൾ തന്നെ അർച്ചനയുടെ മുഖം അങ്ങ് വാടുവാണ്. മീരയെ ഒന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ അനഘ ഇത് പാതി കേട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ്. കാരണം അനഘ നേരെ നോക്കുന്ന അവന്തിയാണ് നോക്കുന്നത്. അപ്പോഴത്തേക്ക് അവന്തിക്ക് ഒരു പേടിയാവുന്നുണ്ട്, അയ്യോ ഇവളിനി ഇതൊക്കെ സത്യം പുറത്ത് പറയുക, കാരണം ഇപ്പോൾ അവൾ അർച്ചനയുടെ ഭാഗത്താണല്ലോ നിൽക്കുന്നത് എന്നൊരു പേടി നമ്മുടെ അവന്തിക്ക് വരുന്നുണ്ട്. നമ്മുടെ സ്നേഹ കണ്ടില്ലേ, നീയൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടും എന്നെ അവൻ്റെ ബെഡ്റൂമിൽ നിന്നൊക്കെ പുറത്താക്കിയിട്ട് ഞാൻ അവനെ സംസാരിക്കുന്നതൊക്കെ വിലക്കാൻ നോക്കിയിട്ടും ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്, എൻ്റെ അച്ഛനും ചേട്ടൻ ഞാൻ ആഗ്രഹിച്ചവന് തന്നെയല്ലേ എന്നെ കല്യാണം കഴിപ്പിക്കുന്നത്, ഇനി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മുഖഭാവത്തിനകത്ത് അർച്ചനയ്ക്കിട്ടൊരു രൂക്ഷമായൊരു നോട്ടം നോക്കി ഒരു പുച്ഛഭാവം കാണിക്കുന്നുണ്ട്. അർച്ചന അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവളുടെ പുച്ഛോ കാര്യങ്ങളോ പരിഹാസമോ ഒന്നും അർച്ചനയ്ക്ക് വലിയ കാര്യമല്ല. അവളെ രക്ഷപ്പെടുത്തണം എന്നത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പറയും നമ്മുടെ അവന്തിക ഇത് കേട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ധനുഷിന് ആ കല്യാണം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കേട്ടെന്നത് അവന്തിക്ക് ഒട്ടും സുഖിക്കുന്നില്ല. കാരണം തൻ്റെ ഭർത്താവാണല്ലോ, തൻ്റെ ഭർത്താവ് മറ്റൊരാളുടെ ഭർത്താവ് ആവാൻ പോകുന്ന കേൾക്കുന്നതിൻ്റെ ആ ഒരു കലിയും എല്ലാം കൊണ്ട് അവന്തികയും അത് സൂഹിക്കാത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ അനഘയുടെ മുഖമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. സച്ചി എന്താണ് ഒന്നും മിണ്ടാതെ അങ്ങ് അകത്ത് കയറി പോവാണ്. പിന്നെ എന്താണ് നന്ദൻ അവിടെ എന്താണ് സ്നേഹയെ ഒന്ന് തട്ടിയിട്ട്, നീ അങ്ങ് കല്യാണം ആലോചിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കാവുന്നെന്ന് തട്ടുമ്പോഴത്തേക്കും സ്നേഹ നാണം കൊണ്ടങ്ങ് കയറി എന്താണ് ബെഡ്റൂമിലേക്ക് അങ്ങ് പോകുന്നൊക്കെയാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ നമ്മുടെ അച്ചു ഇത് ആലോചിച്ച് സ്തംഭിച്ച് തന്നെ നിൽക്കുവാണ്. എന്നാലും ഈശ്വര, ഇത്രയും വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞിട്ടും ഇവനെ ആണല്ലോ കല്യാണം കഴിപ്പിക്കുന്നത്, ഇവരെന്തൊരു മണ്ടത്തരമായി കാണിക്കുന്നത് എന്ന് മനസ്സിലാകാതെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും നന്ദൻ ഫോണിൽ കൂടെ എന്താണ് ഏതോ ഫ്രണ്ടിനെയൊക്കെ അപ്പോഴത്തേക്കും വിളിച്ച് കല്യാണം ആകുമ്പോഴത്തേക്കും ഈ ഫാമിലിയായിട്ടൊക്കെ വരണം കേട്ടോ ജെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിന് വേണ്ടി ആളെ വിളിക്കാൻ വരെ എന്താണ് നമ്മുടെ നന്ദൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ കണ്ട് അർച്ചനയ്ക്ക് അങ്ങ് ടെൻഷൻ തലയ്ക്ക് കയറിയിരിക്കുക. അപ്പോഴത്തേക്ക് അർച്ചന എന്ത് ചെയ്തു, നേരെ നന്ദൻ്റെ അടുത്ത് പോയി നിൽക്കുവാണ്. ഉടനെ നന്ദൻ ചോദിക്കുന്നത്, അർച്ചനയ്ക്ക് എന്നോട് എന്തോ പറയണമെന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, നന്ദേട്ടാ, ഈ ധനുഷിനെ കൊണ്ടുള്ള എനിക്ക് സ്നേഹയുടെ കാര്യമാണ്, ഈ ധനുഷിനെ കൊണ്ടുള്ള കല്യാണ ആലോചന നമ്മൾ എന്ത് കണ്ടിട്ടാണ്, അയാളെക്കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല. അർച്ചന, ഞാൻ ഒരു കാര്യം പറയട്ടെ, അവൾക്ക് ഇഷ്ടമായി, അവനും അവളെ ഇഷ്ടമാണ്. വിവാഹം കഴിക്കുമ്പോൾ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്, അത് രണ്ട് സമ്മതമായി. പിന്നെ നമ്മളൊക്കെ ആരെ ഇതിനകത്ത് എതിർക്കാൻ, ഞാൻ ആ പെണ്ണിനോട് എത്ര പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവാഞ്ഞിട്ട്. ഇതിൽ തന്നെ ഉണ്ട് അർച്ചന പറഞ്ഞതിൻ്റെ ഉത്തരം. അവൾക്ക് നീ പറഞ്ഞിട്ട് പോലെ ഇത്രയും സ്നേഹിക്കുന്ന ഏട്ടത്തിയായിട്ടും നീ പറഞ്ഞിട്ട് പോലെ അവളെ അനുസരിച്ചില്ലെങ്കിൽ അവളുടെ മനസ്സിൽ അവനെ അത്ര വലുതാണെന്നല്ലേ അർത്ഥം. പിന്നെ നമ്മൾ ഇതിനകത്തൊന്നും ഇടപെട്ടിട്ട് കാര്യമില്ല. അപ്പം പിന്നെ അർച്ചന വേറൊരു കാര്യം, നമുക്കൊരാൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി അയാൾ എപ്പോഴും തെറ്റായിരിക്കണം എന്നുള്ള ഇതൊന്നും ഇല്ല. അത് ശരിയല്ല അർച്ചന. അർച്ചനയ്ക്ക് അങ്ങനെ അർച്ചന ആണെങ്കിൽ മോഹം വിളറി നിൽക്കുക. കാരണം നന്ദേട്ടൻ്റെ അടുത്ത് എതിർത്തുനിന്ന് ഒരു കാര്യം സംസാരിക്കാൻ പറ്റത്തില്ല. ഇനി അവധിയായിട്ട് ബന്ധം ഉണ്ടോ എന്നുള്ള കാര്യം എങ്ങനെ നന്ദേട്ടൻ്റെ അടുത്ത് പറയാൻ പറ്റും? ആ ഒരു കൂച്ചോ എല്ലായിട്ട് എന്താണ് അർച്ചന എന്താണ് മിണ്ടാണ്ടങ്ങ് നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് ഇതൊന്നും വക വയ്ക്കാതെ നന്ദൻ മണ്ടനെ പോലെ അനിയത്തിയെ കൊണ്ടുവന്ന് തള്ളിക്കൊടുക്കുന്നത് കശാപ്പ് കടയിലാണെന്ന് അറിയാതങ്ങ് നിൽക്കുവാണ്. അപ്പോൾ അർച്ചനയ്ക്ക് മനസ്സിലായി ഇനി നന്ദേട്ടൻ്റെ അടുത്ത് കൂടുതൽ കാര്യം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നന്ദേട്ടൻ തീരുമാനിച്ചിരിക്കുന്ന തീരുമാനത്തിൽ ഞാൻ എന്ത് പറയാൻ പോയാലും എനിക്ക് ധനുഷിനെ കണ്ടപ്പം തൊട്ട് തന്നെ ധനുഷിന് ഇഷ്ടമല്ലാത്ത മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ആ വ്യക്തി വൈരാഗ്യം മനസ്സിൽ വെച്ചാണ് ഈ പെരുമാറുന്നതെന്ന് നന്ദേട്ടൻ വിചാരിക്കുന്നുള്ളൂ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവും. അർച്ചന അവിടെ നിൽക്കാതെ എന്താണ്
അർച്ചനയുടെ അടുത്ത് പറയുന്നുണ്ട് ഇനിയിപ്പം അർച്ചനയായിട്ട് മാത്രം എല്ലാവർക്കും ഈ കല്യാണം ഇഷ്ടപ്പെട്ട് അർച്ചന മാത്രമായിട്ട് ഈ കല്യാണത്തിൽ നിന്ന് മാറി നിൽക്കാതെ കുടുംബമായിട്ട് ഇതിനകത്ത് നിന്ന് എന്താണ് ഈ കല്യാണം ഭംഗിയാക്കണമെന്നേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നന്ദൻ എന്താണ് അർച്ചനയെ മൈൻഡ് ചെയ്ത് വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോകുമ്പോഴത്തേക്കും അർച്ചനയ്ക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അർച്ചന അങ്ങ് നേരെ ബെഡ്റൂമിൽ പോയി ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് സച്ചി വരുവാ. ഇന്നത്തെ തൻ്റെ ലക്ഷണം കണ്ടിട്ട് തനിക്ക് ഇന്നത്തെ ദിവസം ഉറക്കമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലോ, താൻ ഇന്ന് ഉറങ്ങാനൊന്നും പ്ലാനില്ല, എന്താടോ പറയടോ. സച്ചേട്ടാ ഇതെന്തോ സച്ചേട്ടാ ഇവിടെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ ഒരു പെണ്ണിന് കല്യാണം ആലോചിക്കുന്നത്, ഓഫീസിലുള്ള ഒരാളെ കണ്ടിട്ട് അപ്പോഴേയും കല്യാണം ആലോചിക്കുന്നത്. സച്ചേട്ടാ ഇതൊക്കെ നാട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും വീട്ടിൽ നടന്ന ചരിത്രമുണ്ടോ? ഇവിടെ അല്ലാതെ എനിക്ക് അച്ഛനോടും നന്ദേട്ടനോടും നല്ല ബഹുമാനമുണ്ട്. ആ ബഹുമാനം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം, കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരമായി കാണിച്ചു കൂട്ടുന്നത്. ആരോട് പറയാൻ? സച്ചേട്ടൻ എവിടെയെങ്കിലും നാട്ടു നടപ്പിൽ കേട്ട് കേൾവിയുണ്ടോ ഇങ്ങനെ ഒരു വീട്ടിനകത്ത് ഒരു പെണ്ണിന് കല്യാണം ആലോചിക്കുന്നത് ജോലിയുടെ മിടുക്ക് മാത്രം കണ്ടിട്ട് അവൻ്റെ ബാക്കി ഒരു ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്നത്? എടോ നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്ക് ചെയ്യാനുള്ളതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി. നമ്മൾ ഇതിന് മുന്നേ അറിഞ്ഞ് ഈ കാര്യങ്ങൾ നോക്കിയിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും നിൽക്കത്തില്ല. അച്ഛനും ഏട്ടനും എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, അവൾക്കും അതിന് സമ്മതമാണ്. ആ പെണ്ണിൻ്റെ തലേനെ എത്ര പറഞ്ഞിട്ട് അവൾക്കത് മനസ്സിലായില്ല. എടോ അവൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് അവളെ എന്തിനു കുറ്റം പറയാൻ പറ്റും? ഒരു വിവാഹം കഴിക്കാത്തൊരു ചെറുപ്പക്കാരൻ അടുത്ത് നിന്ന് അവനെ ഇഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടം തോന്നിയാൽ നമുക്കൊരു തെറ്റ് പറയാൻ പറ്റുമോ എന്ന് പറയുമ്പം സച്ചിയേട്ടൻ കണ്ടോ അയാൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം, നമുക്കതിൽ എന്താ ഇത്ര ഉറപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിക്ക് അങ്ങ് ഭയങ്കര എന്താണെന്ന് പറയുക ടെൻഷനാവുന്നു. കാരണം സ്വന്തം അനിയത്തിയല്ലേ, എനിക്ക് അവളുടെ ജീവിതം പാഴായി പോകാൻ പാടില്ല. അവൾ കരയോ നമ്മുടെ മുന്നിൽ നിന്ന് കരയുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്നുള്ളത്. അപ്പോൾ അവളുടെ ജീവിതത്തിന് അയാൾ ഒരു ശരിയല്ല സച്ചിയേട്ടാ, എനിക്ക് തുറപ്പാണ്. എടോ ഞാൻ ഇപ്പോഴും തന്നെ അടുത്ത് അതേ കാര്യം തന്നെ പറയുന്നു, നമുക്കിതിനുള്ള തെളിവുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആരും ഈ കല്യാണത്തിന് എവിടെയൊക്കെ കയറി നിന്നാലും ഞാനിത് തൻ്റെ കൂടെ നിന്ന് മുടക്കിത്തരും. നമ്മൾ എന്തായാലും ഇത് മുടക്കാൻ തീരുമാനിച്ചാൽ അതിന് ഒരു പ്രൂഫ് വേണം. നമ്മൾ ചുമ്മാ നമുക്കൊരു ആരോപണം നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി ഈ സ്റ്റേജിൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പ്രൂഫ് ഉണ്ടാക്കുക സച്ചേട്ടാ, അതിനി എൻ്റെ മാത്രം ആവശ്യമില്ല, നമ്മുടെ എന്താണ് ഇനി ഞാൻ ഈ ഉണ്ടാക്കുന്ന ഈ പ്രൂഫ് കൊണ്ടും അതുപോലെ ഞാൻ ഈ ചെയ്തു തരുന്ന കാര്യം കൊണ്ടായിരിക്കും നമ്മുടെ എന്താണ് സ്നേഹമോൾ ഇനി ജീവിതം അവളുടെ മുന്നോട്ടേക്കുള്ള ജീവിതം. കല്യാണം എന്ന് പറയുന്നത് സച്ചേട്ട അവളുടെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ്. അവളുടെ അത്രയും വലിയ ആഗ്രഹമായൊരു കാര്യത്തിൽ ഈ ചെറുക്കനെക്കുറിച്ച് ഒരു വിവരം അറിയാതെ അവൻ്റെ കുടുംബത്തിനെക്കുറിച്ച് നമുക്കറിയാമോ? അവനെക്കുറിച്ച് മറ്റുവിധ എന്തെങ്കിലും കാര്യം നമുക്കറിയാമോ? ജോലി മിടുക്ക് കാണിച്ചാൽ മാത്രം വെച്ച് നമ്മൾ അവളെ ഇതുപോലെ അവൻ ചതിക്കുമെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുമ്പം തള്ളിയിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം മൊത്തം നശിച്ചു പോകും. അതിന് ഞാൻ വിടത്തില്ല. എങ്ങനെയായാലും ഞാൻ ഞാൻ ഉണ്ടാക്കും സച്ചേട്ടാ, ഞാൻ അവനെതിരെയുള്ള എല്ലാ തെളിവും ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിനെയും സ്നേഹയുടെ ഭാവി ജീവിതത്തിനെയും ഞാൻ രക്ഷപ്പെടുത്തുന്ന സച്ചേട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ കൊണ്ട് അത് കഴിയുമോ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് സച്ചി എന്നാണ് കൂടെ നിൽക്കും. താൻ എന്തിനെ പോയാലും അതിനെല്ലാം ഞാൻ കൂടെ ഉണ്ടെന്ന് മാത്രം താൻ ഓർത്താൽ മതി, അല്ല താൻ ഒരു കളിയിലും ഒറ്റയ്ക്കാവത്തില്ല. ഇത് സച്ചിയുടെ വാക്കാന്ന് പറഞ്ഞാൽ സച്ചി അവിടെ ഇരുന്ന് സച്ചിയും ആലോചിക്കുകയാണ്, ഒരറ്റത്ത് അർച്ചന എന്ന് ആലോചിക്കുക. പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്നേഹം നല്ല പുതച്ച് മൂടി കിടന്ന് ബെഡ്റൂമിൽ ഉറങ്ങുമ്പോഴത്തേക്കും ഈ ബെഡ്റൂമിലേക്ക് കയറി വരുവാണ് രാവിലെ തന്നെ. ആരാണ്? നമ്മുടെ ഈ ധനുഷ് കയറി വന്നിട്ട്, ഹലോ മാഡം എണീക്കാറായില്ലേ, ഗുഡ് മോർണിംഗ്, നേരമൊക്കെ വെളുത്തിട്ട് കുറേ നേരമായി എന്ന് പറയുമ്പോഴത്തേക്കും ഇവളങ്ങനെ ബെഡിനകത്ത് നിന്ന് ഇങ്ങനെ ഉറക്കത്തിന് ആരാ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇരിക്കുമ്പോഴത്തേക്കും എന്താണ് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പം വന്നു ബെഡ്റൂമിനകത്ത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂടെ, നേരമൊക്കെ വെളുത്തിട്ട് കുറേ നേരമായി, തനിക്ക് എന്താണ് ഉറക്കം എണീക്കാനായിട്ട് നേരമായില്ലേ? അതിന് നേരത്തെ കാലത്ത് കിടന്നുറങ്ങണം, എന്നാലേ നേരത്തെ എണീക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പം എനിക്ക് നേരത്തെയൊക്കെ എണീക്കണം താല്പര്യമുള്ളതാ, എന്ത് ചെയ്യാനാ, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവന് എന്നെ എന്താണ് രാത്രി ഫോൺ വിളിച്ചാൽ പിന്നെ നേരെ വെളുക്കുന്നവരെ സംസാരമോ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്കകത്ത് എങ്ങനെയാണ് നേരത്തെ കാലത്ത് തന്നെ ഉറങ്ങാൻ പറ്റുന്നത്? അത് ശരിയാണല്ലോ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, തന്നെ കെട്ടാൻ പോകുന്നവനെ വിളിച്ചിട്ട് ഞാൻ പറയാം, ഈ കൊച്ചിന് എന്താണ് രാത്രി അങ്ങ് ഉറങ്ങാൻ വിട്ടേക്കണം, അല്ലാതെ രാവിലെ വരെ എന്താണ് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ. അതൊന്നും പറഞ്ഞാലൊന്നും നടക്കത്തില്ലാന്നേ. എൻ്റെ അടുത്ത് അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമോ? ഓഹോ അത്രയ്ക്ക് സ്നേഹമാണ്. പിന്നെ എന്നോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്നോട് മിണ്ടാതൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. എൻ്റെ അടുത്ത് രാത്രി മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അയാൾക്ക് ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പം ഈ ഇഷ്ടം അയാൾക്ക് മാത്രമേ ഉള്ളൂ, ഈ കെട്ടാൻ പോകുന്ന പെണ്ണിനില്ലേ എന്ന് ചോദിക്കുമ്പം പിന്നെ എനിക്കിഷ്ടമല്ലാതാണോ? എനിക്ക് അയാൾക്ക് എന്നെ എത്ര ഇഷ്ടമാണോ അതിനേക്കാളൊക്കെ ഒത്തിരി പ്രാവശ്യം എനിക്ക് അയാളെ കൂടുതൽ ഇഷ്ടമെന്ന് പറയുമ്പോൾ സമാധാനമായെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് ആ ബെഡിലിരുന്ന് സ്നേഹയുടെ കൈയും പിടിച്ച് വെച്ച് എന്താണ് അങ്ങ് പ്രേമിക്കുവാണ്.
അപ്പോഴത്തേക്കും സ്നേഹ അതിനകത്ത് അങ്ങ് പഞ്ചാര വെച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും സ്നേഹ ചോദിക്കുന്നു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നോടൊന്നും വിചാരിക്കുന്നത് ഉടനെ ഇവളിനി എന്താണോ ചോദിക്കാൻ പോകുന്നത് നോക്കിയിട്ട് അവൾ അങ്ങനെ എന്താ ചോദിക്കട്ടെ വെച്ചിട്ട് കാത്തിരിക്കുമ്പോഴത്തേക്ക് അവൾ പോയി, എന്നെ എന്താ ഇങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം, നമ്മൾ തമ്മിൽ അങ്ങനെ ഇഷ്ടപ്പെടത്തക്ക രീതിയിലൊരു ബന്ധവും സഹനമൊന്നും ഇല്ല എന്നല്ലോ, പിന്നെ പെട്ടെന്ന് എങ്ങനെ ഇഷ്ടമായി എന്നെ ഇത്രമാത്രം മതം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്താണ്, എന്നെ ഇങ്ങനെ കല്യാണം കഴിക്കാനൊക്കെ ഇഷ്ടമാവാനായിട്ട് എന്താ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക്, ഓ അതാണോ കാര്യം, എടോ അതിനൊരു പ്രത്യേകം കാരണമൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു സ്പാർക്ക് തോന്നി, നമുക്ക് സ്പാർക്ക് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, അങ്ങനത്തെ ഒരു വികാരം, പിന്നെ ബാക്കിയൊക്കെ ഞാൻ തന്നെക്കുറിച്ച് എന്താണ് തന്നോടുള്ള സ്നേഹം മനസ്സിട്ട് ഇങ്ങനെ ആലോചിച്ചു, പിന്നെ അത് വെച്ച് തന്നോട് സംസാരിക്കുമ്പോൾ തനിക്കും എൻ്റെ അടുത്ത് ചെറിയ സ്നേഹമൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി, തനിക്ക് തോന്നിയിട്ടില്ല ഞാൻ തന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് തന്നോട് സ്നേഹമുണ്ട്, അതൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അപ്പം അന്നേ തിരിച്ചും താനും അതേ സ്നേഹത്തിൻ്റെ ഭാവത്തിലല്ലേ എന്നോട് സംസാരിച്ചിട്ടുള്ളത്, അതൊക്കെ ശരിയാ, അപ്പം അങ്ങനെ തോന്നിയ ഒരു സ്നേഹമാണ്, ഞാൻ എൻ്റെ മനസ്സിട്ട് വളർത്തിയ സ്നേഹം തന്നെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങ് സ്നേഹിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് അങ്ങ് ഇരിക്കുമ്പോഴത്തേക്കും ആ സംസാരം അവിടെ പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ സ്നേഹത്തെ പറയുകയാണ്, നമുക്കിനി ഉടൻ തന്നെ നമ്മുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് എന്താണ് നമുക്കിവിടെ അങ്ങ് സുഖമായിട്ട് അങ്ങ് ജീവിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക്, അയ്യ നമുക്ക് ഇവിടെ ജീവിക്കേണ്ട എന്ന് സ്നേഹം പറയുമ്പോൾ ഇവൻ ഇട്ടു, അതെന്താ, നമുക്ക് ധനുഷിൻ്റെ വീട്ടിൽ പോയി ജീവിച്ചാൽ മതി, അതാകുമ്പോഴത്തേക്ക് എന്താണ് അവിടെ അമ്മയൊക്കെ ഉണ്ടല്ലോ, ഉടനെ പറയുവാണ് ധനുഷ്, അയ്യേ അത് വേണ്ട, എൻ്റെ വീട്ടിൽ അത്രയ്ക്കുള്ള സൗകര്യമൊന്നുമില്ല, എൻ്റെ വീട്ടിൽ ഒട്ടും സൗകര്യമില്ലെന്ന് പറയും, സൗകര്യമൊന്നും ധനുഷ് നോക്കണ്ട, ധനുഷ് എവിടെ ആണെങ്കിലും എനിക്കത് മതി, ഉള്ള സൗകര്യത്തിൽ ഞാൻ ഹാപ്പി ആയിക്കോളും, ധനുഷിൻ്റെ കൂടെ മാത്രം ഇരുന്നാൽ എനിക്ക് മതി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ അമ്മയൊക്കെ ഉണ്ടല്ലോ, അപ്പോഴത്തേക്കും എന്താണ് എനിക്ക് അത് തന്നെ ധാരാളം എന്ന് പറഞ്ഞ് സ്നേഹിക്ക് സാധാരണ ഒരു ജീവിതം തന്നെ മതി. ധനുഷിന് പക്ഷേ ആഗ്രഹം ഇവിടുത്തെ സപ്പറമഞ്ചത്തേക്ക് കടന്ന് സുഖമായിട്ട് ഉറങ്ങി ജോലിയൊന്നും എടുക്കാതെ പുട്ടടിക്കണമെന്നല്ലേ ആഗ്രഹം. അപ്പോഴത്തേക്കും ധനുഷ് അതൊന്നും പറയാതെ അയ്യോ അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ അർച്ചന എന്താണ് അതിൻ്റെ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അർച്ചന ഡോർ തള്ളി അങ്ങ് വന്ന് ചായ കൊണ്ടുവന്നതാണ് സ്നേഹയ്ക്ക് രാവിലത്തെ ബെഡ് കോഫി. ഉടനെ ധനുഷും ഇവളും കെട്ടിപ്പിടിച്ച് ബെഡ്റൂമിനകത്ത് ഇരിക്കുന്ന കണ്ടതും കണ്ടിട്ടില്ല, എപ്പോഴാണ് ഇവൻ വന്നതെന്നുള്ള കാര്യം കുറിച്ചൊന്നും അർച്ചനയ്ക്ക് അറിയത്തില്ല. അർച്ചനയ്ക്ക് ദേഷ്യവും കലിയും വിഷമോ എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് അർച്ചന ദേഷ്യത്തിനകത്ത് ഇങ്ങോട്ട് കപ്പും കൊണ്ട് വരുമ്പോഴത്തേക്കും ഇവളവൻ്റെ കൈ നോണ്ടുമ്പോഴത്തേക്കും രണ്ടും കൂടെ എന്താണ് ബെഡിൽ നിന്ന് ചാടി ഇങ്ങ് എണീറ്റു. ബെഡിൽ നിന്ന് ചാടി എണീറ്റ് നമ്മുടെ സ്നേഹം എന്താണ് അപ്പോഴത്തേക്ക് ഒരു ധൈര്യമൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് ഉടനെ എന്താണ് അർച്ചന രൂക്ഷമായിട്ട് നോക്കുന്ന കണ്ടതും ധനുഷ് അവിടെ നിന്ന് എന്താണ് പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ധനുഷ് ഇപ്പം ഇവിടുന്ന് എൻ്റെ ബെഡ്റൂമിൽ നിന്ന് പോകണ്ട, എൻ്റെ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്, ആര് വന്നത് കണ്ടാലും ധനുഷ് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അർച്ചന വീണ്ടും ദേഷ്യത്തിൽ നോക്കുവാണ്. എന്നിട്ട് എന്താണ് ആരെ കണ്ടിട്ട് ധനുഷ് ഇവിടുന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ആരെന്ത് പറയാനാ, ഇനിയിപ്പം നമ്മളടുത്ത് ആരും ഒന്നും പറയാനില്ല, നമ്മൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോകുന്നതല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യം കൊണ്ട് അർച്ചന കൈയിരുന്ന ഒരു കാപ്പിയുടെ കപ്പുണ്ടല്ലോ അതങ്ങ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് താഴെ വലിച്ചെന്താണ് ക്ലിങ് അതിനങ്ങ് ഫുൾ എന്താണ് പൊട്ടി തെറിപ്പിച്ചെന്താണ് അവിടെ റൂമിനകത്ത് ചായക്കപ്പ് എന്താണ് അടിച്ച് പൊട്ടിച്ചർച്ചന ദേഷ്യം കാണിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കും സ്നേഹം ഒന്ന് ഞെട്ടി ഇറങ്ങിപ്പോടാ എന്താ ധനുഷിനടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ധനുഷിനെ നോക്കിയിട്ട് എന്താണ് ഇവളങ്ങ് ഞെട്ടിപ്പോയി ഏട്ടത്തി എന്ന് പറയുമ്പോഴത്തേക്കും സ്നേഹേ ഞാനൊരു കാര്യം നിൻ്റെ അടുത്ത് പറഞ്ഞേക്കാം, നീ കാണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ഇപ്പോഴത്തെ സ്വഭാവം അത് ഒട്ടും ശരിയല്ല. ഒരുമാതിരി പന്ന പെണ്ണുങ്ങളെ പോലെ കെട്ടാൻ പോകുന്നവനെ കണ്ട ഉടൻ തന്നെ കെട്ടാൻ പോകുന്നവനെ ബെഡ്റൂമിൽ വിളിച്ചിരുത്തി കിടപ്പറയിൽ വിളിച്ചിരുത്തിയിട്ട് സംസാരിച്ചിട്ട് മറ്റുള്ളവരോട് എന്താണ് അത് കാണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് അത്ര നല്ല സ്വഭാവമല്ല സ്നേഹ, അങ്ങനത്തെ ചീപ്പ് സ്വഭാവം നിനക്ക് ഒട്ടും ചേരുന്നില്ല സ്നേഹ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്നേഹം എന്താണ് ഒരുമാതിരി അയ്യടാന്നായി നിൽക്കുകയാണ്. ഏട്ടത്തി എന്നെ ഇത്ര തഴന്താഴ്ന്ന രീതിയിൽ കണ്ടുപോയോ, ഞാനെന്തോ സംഭവമാണെന്ന് വിചാരിച്ച കാര്യം എൻ്റെ ഏട്ടത്തിൻ്റെ കണ്ണി ഇത്ര ചീപ്പായ കാര്യമായോ എന്നുള്ള രീതിയിൽ സ്നേഹയ്ക്ക് തോന്നി. സ്നേഹ അത് നിൽക്കുമ്പോഴത്തേക്കും ധനുഷ് എന്താണ് പേടിച്ചങ്ങ് ഇറങ്ങിപ്പോവാണ്. എന്നിട്ട് ധനുഷ് പോലും പറയോ, സ്നേഹേ നിനക്ക് അയാളെക്കുറിച്ച് എന്തറിയാമെന്നാ എന്ന് പറയുമ്പോൾ എനിക്കെല്ലാം അറിയാം, ഏട്ടത്തി കൂടുതലൊന്നും പറയാൻ നിൽക്കേണ്ട, ഏട്ടത്തിക്ക് അറിയോ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ, അയാൾ എന്തിനാ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് വിടുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ലാത്തതുകൊണ്ടാണ്, ഇനി വീണ്ടും അയാളെ നിന്നെയൊക്കെ ഇതുപോലെ കാര്യത്തിൽ കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ധനുഷ് അപ്പം തന്നെ അവിടെ നിൽപ്പുണ്ട്. അപ്പം പറയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബെഡ്റൂമിൽ വന്നെന്ന ഈ സംസാരമൊക്കെ ഇതേണ്ടേ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഉണ്ടല്ലോ ഇതുപോലത്തെ ഒരെണ്ണം താലി കെട്ടിയിട്ട് മതി ഈ ഇരുന്ന് സംസാരിക്കുന്ന ഉടനെ എന്താണ് സ്നേഹയ്ക്ക് എല്ലാം മതിയായി, ആവശ്യത്തിനുള്ളതെല്ലാം കിട്ടി, ഇറങ്ങി പോരാ തന്നെ അടുത്ത് പറഞ്ഞു ഇനി പോറായില്ലെന്ന് പറയുമ്പോഴത്തേക്കും ധനുഷ് അവിടെ താറി നിന്ന് ധനുഷ് നേരെ ബെഡ്റൂമിൽ നിന്ന് കഥവും തുറന്നങ്ങ് ഇറങ്ങിപ്പോവാണ്. സ്നേഹടുത്ത് എന്താണ് നമ്മുടെ അർച്ചന പറയുന്നുണ്ട്, സ്നേഹം നീ കാണിക്കുന്നത് വളരെ ചീപ്പായ കാര്യമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, വേരി ചാടിയ പശുവേ കമ്പി കൊണ്ട് ചാവത്തുള്ളൂ എന്നുള്ള കാര്യം. നീ ഇപ്പം കാണിക്കുന്ന സ്വഭാവത്തിന് നീ ഇത് ഓർത്ത് വെക്കുന്ന വളരെ നല്ലതാ മോളെ, അതും എപ്പോഴും ഒന്ന് ഓർക്കണം കേട്ടോ ഈ ഒരു കാര്യം. നിൻ്റെ അടുത്ത് ഞാൻ ഇതൊക്കെ പറയുന്നത് നീ നാളെ ഭാവി ദുഃഖിക്കേണ്ട എന്നിട്ട് പറയുന്നത്, പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള വിവരം ബോധമൊന്നും നിനക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അർച്ചന അങ്ങ് ഇറങ്ങിപ്പോകുമ്പോഴത്തേക്കും സ്നേഹം ഇവരുടെ ഒരു കാര്യം എന്ന രീതിക്കകത്ത് മനസ്സിനകത്ത് പുച്ഛവും ഭാവവും ദേഷ്യവും കൊണ്ട് അവിടെ എന്താണ് ആലോചിച്ചുകൊണ്ട്
അർച്ചനയോടുള്ള പക മനസ്സിനകത്ത് വെച്ചുകൊണ്ട് സൂക്ഷിക്കുന്ന രീതിയിലായി പോയി സ്നേഹയുടെ പെരുമാറ്റമൊക്കെ. പിന്നെ കാണിക്കുന്നത് രാത്രി നെല്ലിശ്ശേരി വീട്ടിനകത്ത് എന്താണ് അവന്തികയും എല്ലാവരും ഡൈനിങ് ഹാളിനകത്ത് കഴിക്കാതിരിക്കും. അർച്ചനയും മീരയും വിളമ്പാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ സേതുമാധവൻ വന്നിട്ടില്ല. ഉടനെ അർച്ചനയുടെ അടുത്ത് എന്താണ് ഈ അവന്തി പറയും, ഒന്ന് ഭക്ഷണം വിളമ്പിക്കൂടെ, മനുഷ്യനുടെ വിശന്നിട്ട് കുടൽ കരിയാറായി, അന്നേരം ഭക്ഷണം വിളമ്പത്തില്ല. ഉടനെ നന്ദൻ പറയുന്നത് അച്ഛൻ വരാൻ വേണ്ടി കാത്തിരിക്കുമല്ലേ, എന്ന് അച്ഛൻ വന്നിട്ടല്ലേ ഭക്ഷണം കഴിക്കുന്ന പറയുമ്പോഴത്തേക്കും സേതുമാധവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. വിശക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുത്തൂടെ, ഈ കിളവൻ വരുന്നവരെ എന്തിനാ എല്ലാവരും കാത്തിരുന്ന് മുഷിയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സേതുമാധവൻ വരുമ്പോൾ, അതല്ല അച്ഛൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന എന്തൊരു സന്തോഷം എന്നറിയോ, ആ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഇത്രയും കാത്തിരിപ്പൊക്കെ. അപ്പോൾ അച്ഛൻ വരുന്നത് കാത്തിരുന്ന എന്നാൽ ശരി എന്ന് പറയുമ്പോൾ സ്നേഹയെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും മീര പാവം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാണല്ലോ എന്നൊക്കെ അവിടെ സംസാരം തുടങ്ങി കഴിഞ്ഞു. അപ്പം നീ മീര അയ്യോ അതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മീര സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സ്നേഹയെ കാണുന്നല്ലോ. അതുകൊണ്ട് മീര പറയും ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന്. സ്നേഹയെ വിളിക്കാനായി മീര നേരെ സ്നേഹയുടെ റൂമിലേക്ക് ചെന്ന് സ്നേഹയുടെ റൂമിൽ ചെന്നിട്ട് സ്നേഹ എന്താണ് സ്നേഹ ബാ നിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും വിളിക്കുമോ എന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് ഭക്ഷണം വേണ്ടേ, എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട, എനിക്ക് ഇത്ര വലിയ വിശപ്പൊന്നുമില്ല. അത് പറഞ്ഞാൽ ശരിയല്ലല്ലോ. സ്നേഹം അങ്ങ് ചാരി കിടന്ന് എന്താണ് ടേബിളിനകത്ത് തലയും വെച്ച് കിടന്ന് അങ്ങ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം ധനുഷിനെ ഇൻസൾട്ട് ചെയ്ത് വിട്ടതല്ലേ, അതിൻ്റെ സങ്കടം തീർക്കാതെ അവിടെ കിടക്കുക. അപ്പം ഭക്ഷണം വേണ്ട എന്നുള്ള നിരാഹാര സമരമാണ് പുള്ളിക്കാരി നടത്തുന്നത്. അതുകൊണ്ട് എന്താണ് നീ ഇങ്ങനെ കഴിക്കാതെ എന്നാൽ എന്താ, വേണ്ട അച്ഛനൊക്കെ വേണ്ട ഡൈനിങ് ടേബിളിൽ നിനക്ക് വേണ്ടി എല്ലാവരും ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുന്നവരോടൊന്നും എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട എന്ന് പറഞ്ഞാൽ മതി, എനിക്കിപ്പം ഭക്ഷണം വേണ്ടെന്നല്ലേ പറഞ്ഞു, നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ. എന്നിട്ട് എന്താണ് മീര മെല്ലെ അവളുടെ മുടിയൊക്കെ തലോടി കൊടുത്ത് എന്താണ് അത് കെട്ടിവെക്കാനൊക്കെ അങ്ങ് നോക്കി അങ്ങ് അവളെ എണീപ്പിക്കാൻ നോക്കുക. ഉടനെ മീരടുത്തല്ലേ പറഞ്ഞത്, മീരടുത്തേക്ക് എന്താ കാര്യം, മീരടുത്തി വന്ന ജോലി അങ്ങ് നോക്കിയാൽ പോരെ, എൻ്റെ പിറകെ നടന്ന് എന്നെ എന്തിനാ ഈ ശല്യം ചെയ്യാൻ നിൽക്കുന്നത്, എനിക്ക് ഭക്ഷണം വേണ്ട വിശപ്പില്ല എന്നല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ. മീരടുത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അത് മോളെ നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ചൂടാവുന്നത്. മീരയ്ക്ക് അങ്ങ് ഭയങ്കര വിഷമായി മീര നിൽക്കുമ്പോഴും മീര ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. കാരണം മീരയ്ക്ക് എന്താണ് ആതിരെ നോക്കുന്ന പോലെയേ ഉള്ളൂ എന്താണ് സ്നേഹം എന്ന് പറയുന്നത്, വേറൊരു കണ്ണി അവർ കാണാൻ പഠിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് നീ ഭക്ഷണം കഴിക്കാനല്ലേ വിളിച്ചുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു വട്ടത്തേക്കുള്ളൂ പറഞ്ഞല്ലോ എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ടാന്ന്, എന്നെ കാത്തിരിക്കുന്നവരോടൊക്കെ പോയി പറഞ്ഞല്ലേ, എന്നെ ഭക്ഷണം കഴിപ്പിക്കാനും ഊട്ടിപ്പിക്കാനും വേണ്ടിയിട്ടൊന്നും ആരും നടക്കേണ്ട ആവശ്യമില്ല, എനിക്കതൊന്നും താല്പര്യമല്ലേ, എനിക്ക് അതിനൊക്കെ ഉള്ള പ്രായമുണ്ട്, വിശന്നാ വന്ന് കഴിക്കാനൊക്കെ എനിക്കറിയാം, എൻ്റെ കാത്തിൽ കയറി ഒന്ന് ഇടപെടാതെ ഇരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് എണീറ്റ് നിന്ന് മീരയ്ക്ക് നേരെ തർക്കുത്തരം പറഞ്ഞു തുടങ്ങുവാണ്. അപ്പോഴത്തേക്ക് മീര എന്ത് പറയണമെന്ന് അറിയാതെ തന്നെ നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് മീരയ്ക്ക് ഇവളുടെ മുഖഭാവം വ്യത്യാസം, നീ എന്തിനാ സ്നേഹം ഇത്ര ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്, ഞാൻ ദേഷ്യമൊന്നും പെട്ടെന്നൊന്നുമില്ല, മീരട്ടത്തി വന്ന ജോലി മാത്രം മീരട്ടത്തി നോക്കുക, അല്ലാതെ എൻ്റെ കാര്യത്തിൽ കയറി ഇടപെടാൻ വേണ്ടിയിട്ടൊന്നും വരില്ല, വന്ന ജോലി കഴിഞ്ഞെങ്കിൽ അതിനനുസരിച്ച് പോവുക, അല്ലാതെ ഇവിടെ നിന്ന് എന്താണ് എൻ്റെ കാര്യത്തിൽ കയറി ചുമ്മാ എന്താണ് ഇതിലിടപെട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാൻ നിങ്ങളൊക്കെ ആരാ, നിങ്ങളൊക്കെ എല്ലാവരും കൂടി ചെന്നിട്ട് എന്നെ എന്തിനാ ഈ ശല്യം ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ അർച്ചന കയറി വരുവാണ്. ശല്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് അർച്ചന കയറി വരുമ്പോഴത്തേക്ക് ഇവളങ്ങനെ എട്ടി നിൽക്കുക. നിന്റെ സ്വഭാവം കയ്യിലെടുപ്പ് ശരിയല്ലെങ്കിൽ നീ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഇങ്ങനെ പറയേണ്ടി വരും. ഏട്ടത്തി കണ്ടത് എൻ്റെ സ്വഭാവം ശരിയല്ല എന്നുള്ള കാര്യം, ഏട്ടത്തി എന്തറിഞ്ഞുകൊണ്ട് ധനുഷിനെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ്, അയാൾ എന്തിനാ ഏട്ടത്തി ഇൻസൾട്ട് ചെയ്തത്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല സ്നേഹേ, ഇനി ഒരിക്കലും കൂടെ അയാളെ നിന്റെ ബെഡ്റൂമിൽ വെച്ച് കണ്ട ആദ്യം തല്ല് കിട്ടുന്നത് നിന്റെ ചെവിടത്തായിരിക്കും, അതടിക്കാൻ എനിക്കൊരു മടിയില്ലാന്ന് നിനക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വീണ്ടും ദേഷ്യം തന്നെ പറയുക, എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെടാൻ ഏട്ടത്തേക്ക് എന്താ അവകാശം ഇരിക്കുന്നത്, ഞാൻ ആരെ സ്നേഹിക്കണം, എങ്ങനെ സ്നേഹിക്കണം, എപ്പോൾ സ്നേഹിക്കാൻ പാടില്ല, ആരോട് മിണ്ടണം എന്നൊക്കെ തീരുമാനിക്കും നിങ്ങൾ ആരെ എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെടാൻ എന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് പിന്നെ ഒരു ഇതില്ല. അർച്ചന കയറി എന്താണ് ഒറ്റ അടി അടിക്കാൻ വരുമ്പോഴത്തേക്കും അർച്ചനയുടെ കൈ പിടിച്ചെന്താണ് ഇവളങ്ങ് തടഞ്ഞു നിർത്തുവാണ്. എന്നിട്ടും അർച്ചനയ്ക്ക് ഒന്നും ഇടാവില്ല. നിൻ്റെ ജീവിതം നീ അവനെ കെട്ടത്തില്ല എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, ഞാൻ കല്യാണം നടത്തത്തില്ല ഞാൻ നടത്തത്തില്ല എന്ന് തന്നെ അർച്ചന ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പം വീണ്ടും കാര്യമായി, നിനക്കൊരു കാര്യം അറിയാം, അവനെ ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് വന്നപ്പോൾ അവനെ ഞാൻ എവിടുന്നാ കണ്ടുപിടിച്ചെന്ന് നിനക്കറിയോ, എനിക്കറിയാം എന്ന് പറയുമ്പോഴത്തേക്ക് അർച്ചനയും മീരയൊക്കെ ഞെട്ടി നിൽക്കുവാണ്. ഉടനെ പറയാം അത് വലിയ കാര്യമൊന്നുമില്ലല്ലോ, അർച്ചന ഏട്ടത്തി കണ്ടത് എന്താണ്, അവന്തി ഏട്ടത്തിയുടെ മുറിയിൽ നിന്നല്ലേ കണ്ടത്, അവന്തി ഏട്ടത്തി മുറിയുടെ ഇത്ര നേരം ഇന്ന് സംസാരിച്ചെന്നോ അത്ര വലിയ കാര്യമാണ്, ധനുഷ് എന്നോട് എല്ലാ കാര്യം പറഞ്ഞു, ഏട്ടത്തിക്ക് അവനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് ഏട്ടത്തി എല്ലാത്തിനും കുറ്റം കണ്ട് ധനുഷിനെ ഒരു മോശക്കാരനാക്കാനും നോക്കണ്ട, അവൻ മോശക്കാരനായത് കൊണ്ട് തന്നെയാണ് അവന് മോശമായിട്ട് പറയുന്നത്, അവൻ മോശക്കാരനെന്നുള്ളത് കൊണ്ട് നീ നാളെ ഇരുന്ന് ഞങ്ങളുടെ മുന്നിൽ കരയേണ്ട വരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മീരേട്ടത്തി നിന്റെ പിറകെ, നീ കഴിച്ചില്ലെങ്കിൽ മീരേട്ടത്തിക്ക് ഒരു കുന്തവും ഇല്ലടി, പക്ഷേ നീ കഴിക്കാതിരിക്കുമ്പോൾ അവർ വന്ന് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞല്ലേ കഴിക്കട്ടെ, എന്തിനാ വെറുതെ വിഷമിക്കുന്ന എന്നിട്ടല്ലേ കഴിക്കാൻ വേണ്ടി വിളിച്ചത്, അപ്പം നിൻ്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ അത്ര ശരിയല്ല സ്നേഹേ, ധനുഷിനെ കൊണ്ട് ഞാൻ കെട്ടിക്കുന്നില്ല പറഞ്ഞത് ഒരു തരം അല്ലടി 3 തരമാണ്, നിന്നെ കെട്ടിപ്പിക്കുന്നില്ല പറഞ്ഞ അർച്ചനയും കെട്ടിപ്പിക്കത്തില്ല അവനെ കൊണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സ്നേഹ തിരിച്ചു പറയണം, ഞാൻ ആരെ കല്യാണം കഴിക്കണം, ആരെ കൂടെ ജീവിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഇതൊക്കെ തടയാൻ നിങ്ങൾ ആരാ
ഇതൊക്കെ തീരുമാനിക്കാൻ നിങ്ങളാരെ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്ന് തിരിച്ച് അർച്ചനയോട് ദേഷ്യത്തെ തന്നെ സ്നേഹ ചോദിച്ചിരിക്കുന്നതും അതിനൊന്നും ഉത്തരമില്ലാതെ എൻ്റെ ജീവിതം ഞാൻ ഏൽപ്പിക്കാനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇതൊന്നും നിങ്ങളെ നോക്കാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതം നോക്കാൻ എനിക്കറിയാം. ഞാൻ ആരുടെ അടുത്തും എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചില്ല. അതുകൊണ്ട് വെറുതെ കയറി എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നതും നിങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സമ്മതം എനിക്ക് എന്തിനാണ് വേണ്ടത്? ഇനി മേലെ നിന്നെ അയാളെയും ഇതുപോലെ അനാവശ്യ സാഹചര്യത്തിൽ കണ്ടെത്തിയ അടി വീഴുന്ന നിന്നെ ചെകിടത്തായിക്കെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തേക്ക് സ്നേഹം എന്ന് പറയുന്നറിയോ? നിങ്ങൾ ആരാ? ഞാൻ ആരോട് സംസാരിക്കണം, എവിടെ വെച്ച് സംസാരിക്കണം, എൻ്റെ റൂമിൽ ആരിരിക്കണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ, അതൊന്നും തീരുമാനിക്കാനുള്ള അവകാശമൊന്നും എൻ്റെ സ്നേഹയുടെ ജീവിതത്തിൻ്റെ അവകാശമൊന്നും എടുത്ത് ഞാൻ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ല. അതുകൊണ്ട് ഏട്ടത്തിയുടെ കാര്യം നോക്കിയെങ്കിൽ ഇരുന്നാൽ മതി. വെറുതെ കയറി എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി വല്ല നിങ്ങളാണോ ഞാൻ കല്യാണം കഴിക്കേണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് എന്നൊക്കെ തിരിച്ച് ചോദിച്ച് ആവശ്യത്തേക്കുള്ള ദേഷ്യത്തിൽ പരസ്പരം നിൽക്കുന്നതും അർച്ചനയ്ക്ക് ഇവളെ എൻ്റെ അടുത്താണോ ഇങ്ങനെ സംസാരിക്കുന്നത് പോലും മനസ്സിലാവാത്ത അങ്ങനെ പകച്ച് നിൽക്കുന്നതാണ് ഇന്നത്തെ സീരിയലിലെ എപ്പിസോഡ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ മാംഗല്യം സീരിയൽ എപ്പിസോഡ് റിവ്യൂ. അപ്പം നിങ്ങൾ എല്ലാവരും കാണുമോ, ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ. താങ്ക്